മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 29-25 നമുക്ക് വായിക്കാം. ദ ബുക്ക് ഓഫ് പ്രൊവേർബ്സ് ചാപ്റ്റർ 29 വേഴ്സ് 25. മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു കെണിയാണ്, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്ര. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അതിൽ ഉറച്ചു വിശ്വസിക്കുക, അതാണ് ഏറ്റവും സുരക്ഷിതം. പരിശുദ്ധ കന്യാമറിയത്തിന് വണക്കമാസം ആഘോഷിക്കുന്ന സമയം മാതാവിന്റെ കഴുത്തിലണിയാൻ മുല്ലപ്പൂ മാലയ്ക്ക് വേണ്ടി 2 ഭക്തന്മാർ കൊങ്ങിണി ഭവനത്തിലേക്ക് ചെന്നു. നല്ല മുല്ലപ്പൂമാല അവിടെ കിട്ടും. മാലാഖയെ പോലെ നിർമ്മലമായ കൊങ്ങിണി പെൺകുട്ടിയായിരുന്നു മാല കോർത്തിരുന്നത്. അവൾ ചോദിച്ചു, എന്താ കാര്യം? ഒരു മുല്ലപ്പൂമാല വേണം, മാതാവിനാ, എന്ത് വില വേണമെങ്കിലും തരാം. ഭക്തന്മാർ പറഞ്ഞു, അത് ശരി, മാതാവിനല്ലേ, എങ്കിൽ നമ്മൾ 1 തരം മാല തരും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ വില തരണ്ട. പണം വേണ്ടെന്നോ? ഭക്തന്മാർ അതിശയിച്ചു. അവൾ പറഞ്ഞു, നിങ്ങളുടെ മാതാവ് നമ്മുടെയും മാതാവ് തന്നെ, അത് തന്നെ കാര്യം. കൂട്ടത്തിൽ നല്ല മാല തിരഞ്ഞെടുത്തുകൊണ്ട് അവൾ കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചു, മാതാവേ, അടുത്ത കൊല്ലം നമ്മുടെ കൈകൊണ്ട് ഈ മാല ഇടിയിക്കാൻ നമുക്ക് നീ കൃപ തരണം. അത് കേട്ട് ഭക്തന്മാരുടെ കണ്ണുകൾ വിടർന്നു. അവർ അന്വേഷിച്ചു, മോടെ കല്യാണം കഴിഞ്ഞതല്ലേ? നമ്മുടെ 9ാമത്തെ വയസ്സ് കല്യാണം കഴിഞ്ഞു. കൊടുങ്ങല്ലൂരായിരുന്നു വിവാഹം. ഭർത്താവ് മരിച്ചുപോയതിനാൽ അപ്പന്റെ വീട്ടിൽ നിൽക്കണം. താലി കെട്ടിയ ദിവസം ഭർത്താവ് മരിച്ചാലും അവിടെ നിൽക്കണമെന്നാണ് മുറ. തലമൊട്ടയടിക്കണം, സന്യസിക്കണം, അല്ലെങ്കിൽ കൊച്ചി തെരുവിൽ പോയി പാർക്കണം. പക്ഷെങ്കിൽ നമ്മുടെ അപ്പന്റെ ഒരേ ഒരു പെൺമകള് പണ്ടാരം പോട്ടെന്ന് കരുതാൻ പറ്റുമോ? അതുകൊണ്ട് അപ്പൻ വന്നു, കൊടുങ്ങല്ലൂർ വന്ന് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരു ക്രിസ്ത്യാനിയായി തീരാൻ അവൾ ആഗ്രഹിക്കുന്ന ഭക്തന്മാർ മനസ്സിലാക്കി. അവർ തിരിച്ചുപോയി. പോകുന്ന വഴി അടുത്തുള്ള ക്രിസ്ത്യാനി കുടുംബങ്ങളിൽ അവരുടെ കഥ പറയുകയും ചെയ്തു. അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനികളുമായി കൊങ്ങിണികൾ മിണ്ടിക്കൂടാ. ക്രിസ്ത്യാനികളുടെ ആഹാരം കഴിച്ചാൽ ഉടൻ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കും. പക്ഷെ കത്തോലിക്ക സഭയെക്കുറിച്ചും മാതാവിനെ പറ്റിയും കൂടുതൽ അറിയാനുള്ള തീക്ഷ്ണതകൊണ്ട് പെൺകുട്ടി അടുത്തുള്ള ക്രൈസ്തവ ഭവനങ്ങൾ പോവുകയും മാതാവിനെയും ഈശോയെയും പറ്റി മനസ്സിലാക്കുകയും ചെയ്തു. ഒരു ദിവസം രാത്രി കൊങ്ങിണി പെൺകുട്ടി സുഖനിദ്രയിൽപ്പെട്ട് അവളെ ആരോ വിളിക്കുന്ന പോലെ അവൾക്ക് തോന്നി. അതിസുന്ദരിയായ യുവതി. അവളുടെ കയ്യിൽ താൻ ഭക്തന്മാരുടെ കയ്യിൽ കൊടുത്ത മുല്ലപ്പൂമാല. അവൾ ചാടി എണീറ്റു. മുറി മുഴുവൻ അലൗകിക പ്രഭ, മുല്ലപ്പൂവിന്റെ സുഗന്ധം. അവൾ കൈകൂപ്പി പറഞ്ഞു, അമ്മേ, നമ്മൾ പള്ളിയിൽ പോവും ഇന്ന് തന്നെ. ഒരിക്കലും അവൾ തനിച്ചു പുറത്തു നടന്നിട്ടില്ല. അവളുടെ നേരം വെളുത്തപ്പോൾ തന്നെ മറ്റൊരു പെണ്ണിനെയും അവളൊപ്പം കൂട്ടി. എങ്കിലും ഭയം കൊണ്ട് അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങ് ദൂരെ പള്ളി കണ്ടപ്പോൾ തന്നെ മാതാവിന്റെ പുഞ്ചിരി തൂകുന്ന മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. നമുക്ക് മാർഗം കൂടിയാലോ എന്നൊരു വിചാരം അവൾ പറഞ്ഞത് കേട്ടപ്പോൾ കൂട്ടുകാരി അമ്പരന്നു. എന്താണ് ഈ പറയുന്നത്? എന്നെ പരീക്ഷിക്കുകയാണോ? അല്ല, നമ്മളത് ചെയ്യാൻ പോവുകയാണ്. കൂട്ടുകാരിയുടെ നോട്ടം കണ്ടപ്പോൾ പാവം കൊങ്ങിണി പെൺകുട്ടി ഭയന്നു. ഓട്ടെ, നമ്മുടെ പേരിൽ ഒരു വഴിപാട് നിങ്ങൾക്ക് കൊടുക്കാമോ? 2 മെഴുകുതിരി കത്തിക്കണം മാതാവിന്റെ മുമ്പിൽ. അത് ഞാൻ ചെയ്യാം. കൂട്ടുകാരിക്ക് അക്കാര്യത്തിൽ എതിർപ്പില്ല. പിന്നീട് കൊങ്ങിണിപ്പെണ്ണ് വീട്ടിലേക്ക് മടങ്ങി. അവൾക്ക് വല്ലാത്ത ഭയമായി. ഈ വിവരങ്ങളിൽ ആ യുവതി തന്റെ അപ്പനോട് പറഞ്ഞു കൊടുത്താൽ. അന്ന് രാത്രി കണ്ണുനീരോടുകൂടി അവൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ, ധൈര്യമില്ലാത്ത ഈ മകളിൽ കനിയണമേ. നേരം പുലർന്നു. അപ്പൻ ഊണിന് വേണ്ട ഒരുക്കിയിട്ടവൾ പള്ളിയിലേക്കുള്ള വഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു. ആ പള്ളി അകലെ വെച്ച് തന്നെ മാടി വിളിക്കുന്ന പോലെ അവൾക്ക് തോന്നി. ഉടനെ അവൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് ഓടാൻ തുടങ്ങി. എങ്ങോട്ടാ ഓടുന്ന ആരും അന്വേഷിച്ചു. നേരത്തെ ആയിരുന്നെങ്കിൽ അവൾ തലകുനിച്ച് തിരികെ പോരുമായിരുന്നു. പക്ഷെ ഇത്തവണ ധൈര്യത്തോടെ പറഞ്ഞു. ആരെയും നോക്കാതെ അവൾ പള്ളിമേടയിലേക്ക് കയറി പുരോഹിതന്റെ അടുത്ത് ചെന്നു. സ്വാമി, നമുക്ക് സത്യവേദം വേണം. അയ്യോ, ഇത് പള്ളിയല്ല, അച്ഛന്റെ താമസ സ്ഥലമാണ്. കുഞ്ഞു പള്ളിയിലേക്ക് വരൂ. പള്ളി നട തുറന്നു. അവൾ അകത്ത് കയറി കുമ്പിട്ട് നമസ്കരിച്ചു. വഴിയും കപ്പ്യാർ വന്നു. ക്രിസ്ത്യാനിയാകാനല്ലേ കുഞ്ഞു വന്നത്? ശരി, ക്രിസ്ത്യാനികളുടെ തൊട്ടു തിന്നുമോ? പ്രാതലിന് കൊടുത്ത കഞ്ഞി അയാൾ അവൾക്ക് കൊടുത്തു. അവളത് സന്തോഷത്തോടെ സ്വീകരിച്ചു.
പെട്ടെന്ന് അപ്പനും ആങ്ങളമാരും ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവിടെ പാഞ്ഞെത്തി. അപ്പ ഞങ്ങൾ ക്രിസ്ത്യാനിയായി പോയി. തൊട്ടു തിന്നു. അപ്പൻ പല്ല് ഞെരിച്ചു പറഞ്ഞു, എടി പണ്ടാരം, നിന്നോട് ആര് പറഞ്ഞു തൊട്ടു തിന്നാൻ? ഇന്നു മുതൽ നീ നമ്മുടെ അല്ല. അയാൾ ആട്ടി ചീറ്റി തുപ്പി തിരിച്ചുപോയി. പിന്നീട് ആ കൊങ്ങിണിപ്പെണ്ണിനെ അങ്ങാടി വഴിയിൽ വള്ളത്തിൽ കയറ്റി കൂരമ്മാവിലെത്തിച്ചു. കുര്യാക്കോസ് ഏലിയാസച്ചന്റെ നാളാഗമങ്ങളിൽ 108 പേജ് മുതൽ 112 പേജ് വരെ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. അതെ, വിശ്വാസത്തിനു വേണ്ടി വലിയ ത്യാഗമെടുത്ത ഈ വ്യക്തി നമുക്കും വലിയ മാതൃകയാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.